വർഷങ്ങളായിട്ട് സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞ് പറ്റിക്കുന്ന രണ്ട് രാജ്യങ്ങളുണ്ട്. ഓക്കെ, സുപ്രീം അതോറിറ്റികൾ പറ്റിക്കുന്ന രണ്ട് രാജ്യങ്ങളുണ്ട്, മഹത്തായ ഇന്ത്യയും അതോടൊപ്പം തന്നെ സൗത്ത് ആഫ്രിക്കയും. രണ്ടുപേരും അടിമകളാണ്. അതായത് അവരെ ഭരിക്കുന്നത് വെറും പ്രായം ചെന്ന അറിവില്ലാത്ത ആൾക്കാർ. അപ്പോൾ അങ്ങനെ ആ ഒരു ഡമ്മികളെ ഉപയോഗിച്ച് അവർ നമ്മളെ ഭരിക്കുന്നു. അതായത് നമ്മുടെ റിസോഴ്സ് എല്ലാം കൊണ്ട് ഇന്ത്യ എന്നുള്ള ഒരു മഹാരാജ്യം എടുക്കുമ്പോൾ നമ്മൾ കൺസ്യൂമേഴ്സ് ആണ്. അതായത് എന്തും മേടിക്കാനും എന്തൊരു കാര്യം ഇങ്ങോട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ. നമ്മൾ ഒരു കാര്യം അങ്ങോട്ട് ചെയ്യാൻ ആരും സമ്മതിക്കില്ല. നമ്മുടെ സൊസൈറ്റി സമ്മതിക്കില്ല, നമ്മുടെ കുടുംബം പോലും നമ്മളെ സമ്മതിക്കില്ല. ഓക്കെ, ഗവൺമെന്റ് സമ്മതിക്കില്ല. നിയമങ്ങളും കാര്യങ്ങളെല്ലാം ആ ഒരു പഴയ പ്രാചീനമായിട്ടുള്ള നിയമങ്ങൾ. അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്ക എടുത്തു കഴിഞ്ഞാൽ ഗോൾഡ്, ഡയമണ്ട്, ഇതെല്ലാം കൊബാൾട്ടി, ഫോണെല്ലാം ഉണ്ടാക്കുന്ന എല്ലാവിധ റോ മെറ്റീരിയൽസും അവിടെ നിന്നാണ് വരുന്നത്. പക്ഷേ ഇതെല്ലാം യൂട്ടിലൈസ് ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. ഓക്കെ, അതായത് തലയുടെ ഉള്ളിൽ കുറച്ചെങ്കിലും വെളിച്ചമുള്ളവർക്ക് നമ്മുടെ കയ്യിലുള്ള ആ ഒരു നിധി എന്താണെങ്കിലും അത് കൊടുക്കേണ്ട ആൾക്കാർക്ക് കൊടുക്കേണ്ട വിലക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ അല്ലാത്ത വെറും അപ്പൂപ്പാരാണെങ്കിൽ എന്താണ്, ഇവരെന്തെങ്കിലും നക്കാപ്പിച്ചിട്ട് എന്നാൽ അത് മേടിച്ചോണ്ട് പോകും. ഓക്കെ, അതായത് 80 വയസ്സോ 60 വയസ്സുള്ള നമ്മുടെ എല്ലാവിധ മന്ത്രിമാരും അതോടൊപ്പം തന്നെ ഈ ജുഡീഷ്യറി സിസ്റ്റം, ഇതെല്ലാം അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എല്ലാവരും ഇപ്പൊ വിഷം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ ശരീരത്തിൽ ബയോ മാഗ്നറ്റ്സ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കഴിച്ചതിന് ശേഷം ഡൈജസ്റ്റ് ആയിട്ട് എവിടെ എല്ലാം പോകണോ അവിടെ എല്ലാം എത്തിക്കണം അതിന്റെ ആ ഒരു ന്യൂട്രീഷൻസ്. അപ്പൊ അതൊന്നും ഇപ്പൊ ഇല്ല. കാരണം 10-20 വർഷമായിട്ട് നിങ്ങൾ കഴിക്കുന്ന യാതൊരുവിധ ന്യൂട്രീഷൻ ഫുഡല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം അസുഖം വന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്യാൻസർ വന്നുകൊണ്ടിരിപ്പുണ്ട്, അല്ലെ ഡ്രസ്സിലും എല്ലാം ക്യാൻസർ. അപ്പൊ ആ ഒരു അവസ്ഥ എത്തിയിട്ട് ഇപ്പോഴും പ്രതികരിക്കാൻ കഴിയാത്ത ഒരു കൂട്ടം യുവാക്കളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. കാരണം അവർ യുവാക്കൾ എന്ന് പറയാൻ സാധിക്കില്ല. കാരണം അവരുടെ മുഖത്തൊരു രോമം പോലും മുളക്കാത്ത രീതിയിൽ അവരുടെ ഹോർമോൺ വരെ പെണ്ണുങ്ങളിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഓക്കെ, നോക്കിക്കഴിഞ്ഞാൽ മതി, നമ്മുടെ അച്ഛനും അപ്പന്മാരെല്ലാം അല്ലെ നിസ്സാരമായിട്ട് 6, 7, 8 മക്കളെല്ലാം ഉണ്ടായി. അവർ നല്ല താടി മുടി, നല്ല ആരോഗ്യം, നല്ല പൗരുഷം ഉണ്ടായ ആൾക്കാരെല്ലാം. പക്ഷെ ഇപ്പോഴത്തെ ആൺപിള്ളേരെല്ലാം അല്ലെ സാരി ഉടുത്ത് നടക്കുന്നു, ഇങ്ങനെ പെണ്ണുങ്ങളെ പോലെ നടക്കുന്നു. അതായത് വേറൊന്നുമല്ല, അതായത് ഒരു ബയോളജിക്കൽ എക്സ്ട്രീം തന്നെയാണ്. നമ്മുടെ ശരീരത്തിനുള്ള ഹോർമോൺസ് വരെ മാറ്റിയെടുത്തു. അതോടൊപ്പം പെണ്ണുങ്ങൾക്ക് PCOD, തൈറോയിഡ് പ്രശ്നങ്ങൾ, ഇതെല്ലാം അല്ലേ, ഇതെല്ലാം പക്ഷെ നോർമലായിട്ട് ചിന്തിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം. പക്ഷെ ഇതൊന്നും നോർമൽ അല്ല. സ്വന്തം ശരീരത്തിൽ നിന്നും പുരുഷത്വം വരെ എടുത്ത് മാറ്റി, അതോടൊപ്പം തന്നെ അവർക്കൊരു ഭാവിയിൽ ഒരു കുഞ്ഞുണ്ടാവാത്തൊരു സാഹചര്യം ഒരുക്കി. പക്ഷെ ഇതൊന്നും തിരിച്ചറിയാത്തൊരു സമൂഹവും അതോടൊപ്പം ഈ അപ്പന്മാരുടെ പുറകെ കൊടിപിടിച്ച് നടക്കുന്ന കുറെ വിഡ്ഢികളും. അതായത് ഇവിടുത്തെ സൊസൈറ്റി കംപ്ലീറ്റ്ലി റോങ് തന്നെയാണ്. ഓക്കെ, റോങ് തന്നെയാകുമ്പോൾ റോങ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ റോങ് ആയിട്ട് തന്നെ നമ്മൾ പറയണം. അതോടൊപ്പം അത് മാറുകയും ചെയ്യണം. കാരണം ഇനി വരാൻ പോകുന്ന റിവേഴ്സ് മൈഗ്രേഷൻ എല്ലാം തുടങ്ങി. അതായത് നിങ്ങൾ ലക്ഷങ്ങളെല്ലാം കൊടുത്ത് അവിടെ പോയി കിടന്നതെല്ലാം വെറുതെയാണ്. അവരെല്ലാം തിരിച്ച് നിങ്ങൾ ഇങ്ങോട്ട് വിടും. ഓക്കെ, അമേരിക്ക വരെയും പണമില്ലാത്ത പേരിൽ ഷട്ട് ഡൗൺ ആയി. ഇവിടുത്തെ ബാങ്ക് എല്ലാം അറസ്റ്റായി, ബാങ്ക് അറസ്റ്റ് നടന്നു. ഇതൊന്നും ആരും തിരിച്ചറിയുന്നില്ല. അതായത് നിങ്ങളുടെ കയ്യിൽ പണം പോലും ഇല്ലാത്തൊരു സാഹചര്യം എത്തി. ഇനി നിങ്ങൾക്ക് വേണ്ടത് കുടിക്കാൻ നല്ല ശുദ്ധമായ വെള്ളം, ശുദ്ധമായ ഭക്ഷണം, അതോടൊപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ശുദ്ധമായ അറിവ്, ഇതെല്ലാം കൊടുക്കണം. അല്ലാതെ വിഡിത്തരങ്ങൾ പിന്നെയും പഠിപ്പിച്ച് ഇപ്പൊ തന്നെ ജോലിയില്ല. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർ പിന്നെയും പഠിക്കുന്നത് ആ ഒരു ജോലിയില്ലാത്ത രീതിയിലേക്ക് തന്നെയാണ്. അതായത് മെന്റലി അവർ ഉയരുന്നില്ല, അവർ ഉയർത്താൻ ആൾക്കാരില്ല. ഇപ്പോഴും ആ ഒരു അപ്പന്മാരുടെ കയ്യിൽ തന്നെ ആയതുകൊണ്ടാണ് ഈ പ്രശ്നം. ഓക്കെ, അപ്പൊ ഇതെല്ലാം മാറണം. ഇതെല്ലാം മാറിയില്ലെങ്കിൽ ഭാവി ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല. അതായത് പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമായിരിക്കും ഇനി വരാൻ പോകുന്ന ഭാവി.